ആരാണ് സ്വർഗത്തിന്റെ അവകാശി? നരകം കൊണ്ട് മുൻവിധി കഴിഞ്ഞുപോയ ചില ആളുകൾ, പ്രീ ഡിസ്റ്റൈൻഡ് ഹെൽബോൺ പീപ്പിൾ, കർമ്മങ്ങളിലൂടെയും ആരാധനകളിലൂടെയും സ്വർഗം നേടാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഷെയ്ത്താനെ പോലെ അവരും തിരസ്കരിക്കപ്പെടുന്നതാണ്. അവരിൽ വന്നു ചേർന്നിട്ടുള്ള പിശുക്ക്, അഹങ്കാരം, അസൂയ എന്നിവ നിമിത്തമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഹദീസിൽ പറയുന്നു, ഒരു കടുകുമണിയോളം പിശുക്കോ അസൂയയോ അഹങ്കാരമോ ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. ഒരു ഇബാദത്തും ചെയ്യാത്തവരാണെങ്കിൽ കൂടി സ്വർഗക്കാരായ ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത്തരക്കാർ മൃദുലഹൃദയരും ഹൃദയശുദ്ധിയുള്ളവരും അത്യാഗ്രഹവും അസൂയയുമില്ലാത്തവരും ഉദാരമതികളുമായിരിക്കും. അവർ ഇബാദത്തുകളിൽ ഏർപ്പെടുന്ന പക്ഷം വളരെ ഉയർന്ന മക്കാമിൽ എത്തിച്ചേരുന്നതാണ്. അള്ളാഹു അവരുടെ രക്ഷയ്ക്കായി ദൈവിക ഇളവുകൾ സൃഷ്ടിക്കുന്നു. ചില ആളുകളുടെ വിധി സ്വർഗത്തിനും നരകത്തിനും മധ്യയാണ്. അവരുടെ നന്മ തിന്മകളുടെ കണക്കുകൾ തുടർച്ചയായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഉന്നതരിൽ ഉന്നതരായ ചില ആളുകളുണ്ട്. അവർ സൃഷ്ടിയുടെ പ്രാരംഭഘട്ടത്തിൽ അഥവാ യൗമൽ അസൽ തന്നെ അള്ളാഹുവിനെ സ്നേഹിച്ചു. അവർ നരകത്തെ തൊട്ടും സ്വർഗത്തെ തൊട്ടും അശ്രദ്ധരാണ്. മറിച്ച് അവർ തങ്ങളുടെ ശരീരവും മനസ്സും സമ്പത്തുമെല്ലാം അള്ളാഹുവിന്റെ ഇഷ്കിനായി ചെലവഴിക്കുന്നു. അള്ളാഹുവിന്റെ ദിക്റും കാരുണ്യവും കൊണ്ട് അവർ അവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുന്നു. മാത്രമല്ല അവർ അള്ളാഹുവിനെ ദർശിക്കുകയും ചെയ്യും, അഥവാ ദീദാറെ ഇലാഹി. ഹസ്രത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീനിലാഹി എന്ന ഈ ദിവ്യഗ്രന്ഥം ലഭിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.